ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എന്റെ നേരെയോ എന്റെ കുടുംബത്തിന് നേരെയോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ നേരെയോ നിന്റെ കൈ പൊന്തിന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഇത് ചൂണ്ടാനോ ഇതുകൊണ്ടുള്ള നിന്റെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനോ നിന്നെ കൊണ്ട് കഴിയില്ല. ഇത് ഞാൻ പിടിച്ചു കളയും കേട്ടോ. വേണ്ട, അത് കൊള്ളാലോ. എന്നാ പിന്നെ തുടക്കം ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെന്നേ. ഈ കൂട്ടത്തിലേ ഞാൻ തല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വാ. ഒരു കഞ്ഞടിക്ക് വേണ്ടിട്ടാ. ഏത് നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്തുവിടറ ഇവനെ. നിനക്ക് കുടുംബശ്രീ ശാരദേ, അതായത് എന്റെ അമ്മായിമ്മയെ ജയിലിൽ കയറ്റണം. അത് മാത്രമല്ലാതെ അവരുടെ ഭർത്താവിനെയും നിനക്ക് ജയിലിൽ കയറ്റണം. അല്ലാതെ നിനക്ക് ഉറക്കം വരില്ലല്ലേ? അല്ലടാ. ഇനി എന്റെ നേരെയോ എന്റെ കുടുംബത്തിന് നേരെയോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ നേരെയോ നിന്റെ കൈ പൊന്തിന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഇത് ചൂണ്ടാനോ ഇതുകൊണ്ടുള്ള നിന്റെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനോ നിന്നെ കൊണ്ട് കഴിയില്ല. ഇത് ഞാൻ പിടിച്ചു കളയും കേട്ടോ. വേണ്ട, ഇല്ല ഇല്ല, ചെയ്യില്ല. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അയ്യോ, Ah!
ഡേയ്, ഇതെന്തിനാന്ന് മനസ്സിലായ? പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നിട്ടുള്ളതല്ല. അത് നിന്റെ കൂട്ടത്തിലുള്ളവരോട് നീ പറഞ്ഞ് മനസ്സിലാക്കണം. ഒപ്പം നീയും മനസ്സിലാക്കിയ ഒരു കാര്യം, വിഷ്ണു ആണാണോടാ. മുന്നിൽ നിന്നുകൊണ്ട് ആണത്തത്തോടു കൂടി അടിക്കും. അതുകൊണ്ട് പരാജയം എന്നൊന്നും എനിക്കില്ല. കേട്ടടാ അബൂബക്കറെ? അയ്യോ പപ്പി ഇപ്പൊ എവിടെ ഉറങ്ങി കാണോ? നേരം ഇത്രയായില്ലേ, കിടന്നു കാണും. നീ ഇങ്ങനെ പുരാണം പറഞ്ഞോണ്ട് കിടക്കുകയാണോ? ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല അമ്മേ. സത്യാമ്മ വന്നതും സ്നേഹത്തോടെ ഐസ്ക്രീം വാങ്ങി തന്നതും വളയും മാലയും ഒക്കെ വാങ്ങി തന്നതും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്തിനാ സത്യാമ്മ എന്നെ ഇപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നേരത്തെ ഒന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ. പപ്പിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, എല്ലാം വാങ്ങിച്ചിരുന്ന എനിക്കാ. സത്യാമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടാ. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത് ചില സമയത്ത് സത്യാമ്മയ്ക്ക് സ്നേഹം കൂടും. അപ്പോ എന്തേലുമൊക്കെ വാങ്ങിച്ചു തരും. അമ്മയ്ക്കും അച്ഛനും ഒക്കെ സത്യാമ്മ ഇങ്ങനെ വാങ്ങി തന്നിട്ടുണ്ടോ? പിന്നില്ലേ, തന്നിട്ടുണ്ട്. സത്യാമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഈ അമ്മയ്ക്കാ. മോൾ ഉറങ്ങിക്കോ, അച്ഛൻ വന്നു തോന്നുന്നു. അമ്മ അച്ഛന് ഭക്ഷണം എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ശാലിനി, ആ, ഞാൻ മോളെ ഉറക്കായിരുന്നു, അതാ വരാൻ താമസിച്ചേ. ഇതെന്തു പറ്റി? സുഖമില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഏയ് അത് എന്താന്നറിയില്ല, ഒരു തലവേദന. ബാമല്ല ഇരിപ്പുണ്ടാ? ഉണ്ടല്ലോ, എടുത്തു തരാം. ആ, ഒന്ന് കൊണ്ടുപോവാ. ആ പറയടാ. അച്ഛനെ, സത്യാമ്മ എന്നെയും കൂട്ടി നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് പോയിരുന്നു. വീടൊക്കെ തൂത്ത് തുടച്ച് പുല്ലും കാടൊക്കെ വെട്ടി ക്ലിയർ ആക്കി.